ഗം ഗണപതയേ നമഃ. ഹരഹരോ ഹരഹര മുരുക. അപ്പോൾ നമ്മൾ സ്കന്ദപുരാണമാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് വെച്ച് എനിക്ക് പോവേണ്ടി വന്നു. അപ്പോൾ ബാക്കി ഭാഗം കൂടി ഞാൻ വായിക്കാം കേട്ടോ. അപ്പോൾ ബ്രഹ്മദേവൻ ഇപ്രകാരം അറിയിച്ചു: ഹേ മഹേശ്വര, മനുഷ്യരും ദേവന്മാരും വിവാഹവിധി ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. സർവേശ്വരിയായ ശ്രീ പാർവതി ദേവിയെ വിധിപ്രകാരം അവിടത്തേക്ക് വിവാഹം ചെയ്തു തരുവാൻ അനുവാദം തരണം. സകല ലോകങ്ങൾക്കും അതൊരു മാതൃകയായി ഭവിക്കും. ബ്രഹ്മദേവന്റെ അപേക്ഷ ഇന്ദുചൂടൻ സഹർഷം സ്വീകരിച്ചു. തുടർന്ന് വ്യാഴ ഭഗവാനും ശുക്രാചാര്യനും ശാസ്ത്രയുക്തമായ വിവാഹ ചടങ്ങുകൾ നടത്തി തുടങ്ങി. ബ്രഹ്മദേവൻ പൗരോഹിത്യം ഏറ്റെടുത്തു. സാക്ഷാൽ വിഘ്നേശ്വരന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ വിഘ്നേശ്വര വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ച് പൂജിക്കേണ്ടി വന്നില്ല. ശാസ്ത്രവിധി പ്രകാരം തന്നെ ശിവപാർവതി പരിണയം അവിടെ അരങ്ങേറി. പ്രപഞ്ചനാഥനായ ശിവഭഗവാൻ പരാശക്തിയായ ശ്രീ പാർവതി ദേവിയെ പാണിഗ്രഹണം ചെയ്തു. ആഘോഷത്തിമിർപ്പും ആഡംബരവും ആൾബലവും കൊണ്ട് അനുപമമായ ഒരു ചടങ്ങായി തീർന്നു ഈ മാംഗല്യം. ദേവന്മാർ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞപ്പോൾ വധൂപിതാവായ ഹിമവാൻ പൊന്നാണയങ്ങൾ കൊണ്ടാണ് നവദമ്പതിമാരെ അഭിഷേകം ചെയ്തത്. എങ്ങും ആഹ്ലാദം തുളുമ്പി നിന്ന ആ സമയത്ത് പതിയെ പിരിഞ്ഞ ദുഃഖത്തിലായിരുന്ന രതീദേവി ശ്രീ പരമേശ്വര പാദങ്ങളിൽ അഭയം പ്രാപിച്ചു. തനിക്ക് മാംഗല്യഭാഗ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് ദേവി ഭഗവാനോട് അപേക്ഷിച്ചു. സന്തുഷ്ടചിത്തനായി പാർവതീ ദേവിയും ഒത്ത് കതിർമണ്ഡപത്തിൽ ഇരുന്നരളിയിരുന്ന ശിവഭഗവാൻ അപ്രകാരമാകട്ടെ എന്ന് അനുഗ്രഹിച്ചു. മുൻപ് ശിവകോപത്തിനിരയായി വെന്തു വെണ്ണീറായി തീർന്നിരുന്ന മന്മഥൻ വീണ്ടും അവിടെ ഉയർത്തു വന്നു. കാമൻ രതിയുടെ ദൃഷ്ടിയിൽ പ്രത്യക്ഷനായും മറ്റുള്ളവർക്ക് അനങ്കനായും അപ്രത്യക്ഷനായും ഭവിക്കുമെന്നും ഭഗവാൻ അരുളി ചെയ്തു. പുനർജന്മം കിട്ടിയ കാമനും ഭർത്താവിനെ വീണ്ടു കിട്ടിയ രതീദേവിയും ഭഗവത് പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത ശേഷം തങ്ങളുടെ വാസസ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ഇവിടെ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും വിവാഹം നടക്കുകയാണ്. അങ്ങനെ ആ വിവാഹ പരിണയം സംഭവിക്കുകയാണ്. അതിൽ ദേവന്മാരെ എല്ലാവരും വളരെയധികം സന്തോഷിക്കുകയാണ്. ആ സമയത്ത് രതീദേവി അവിടേക്ക് വരികയാണ്. തൻ്റെ ഭർത്താവിനെ മുമ്പ് നഷ്ടപ്പെട്ടതാണല്ലോ രതീദേവിക്ക്. അങ്ങനെ രതീദേവി ആ ഒരു അവസരത്തിൽ ആ മണ്ഡപത്തിലിരിക്കുന്ന ശിവഭഗവാനോടും പാർവതി ദേവിയോടുമായിട്ട് ഉമാമഹേശ്വരന്മാരോടായിട്ട് രതീദേവി ചോദിക്കുകയാണ്. തൻ്റെ ഭർത്താവിനെ തനിക്ക് തിരിച്ചു തരണമെന്നുള്ള ആ ഒരിത് രതീദേവി ചോദിക്കുകയാണ്. അങ്ങനെ ആ നിമിഷം തന്നെ ഭഗവാൻ രതീദേവിയുടെ ഭർത്താവായിട്ടുള്ള കാമദേവനെ പുനർജീവിപ്പിക്കുകയാണ്. പക്ഷെ കാമദേവനെ മറ്റാർക്കും കാണാൻ സാധിക്കുകയില്ല, രതീദേവിക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ അദൃശ്യനായിട്ടുള്ള ആ ഒരു രീതിയിലാണ് വീണ്ടും കാമദേവനെ ശിവഭഗവാൻ പുനർജീവിപ്പിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി പോവുകയാണ്. വിഷ്ണുവും ബ്രഹ്മദേവനും മറ്റു ദേവന്മാരും മഹർഷിമാരും ശിവഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ച് വിടവാങ്ങി. ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് സുരലോകവാസികൾക്ക് സുഖവും സമാധാനവും ലഭിക്കുന്നത്. എന്നാൽ സുഖലോലുപതയിൽ മുഴുകി തങ്ങൾക്ക് എല്ലാ നന്മകളും പ്രദാനം ചെയ്യുന്ന ഭഗവാനെ തന്നെ അവർ മറക്കുന്നു. നന്ദികേട്, അഹങ്കാരം തുടങ്ങിയ ദുർഗുണങ്ങൾക്ക് അടിമപ്പെട്ട് അസുരഭാവം ആർജിക്കുന്നു. ഇപ്പോൾ ദേവന്മാർ വീണ്ടും ഈശ്വരാനുഗ്രഹത്തിനായി ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. മനുഷ്യരുടെ കഥയും മറിച്ചല്ല. ഭാഗ്യവും സമ്പത്തും എല്ലാം ഈശ്വരദത്തമാണെന്ന് ഓർക്കാതെ അഹങ്കരിക്കുന്ന മനുഷ്യൻ ഈശ്വര ശിക്ഷ ഏറ്റുവാങ്ങുന്നു. ആൾ നഷ്ടവും ധനനഷ്ടവും രോഗങ്ങളും ദുരിതങ്ങളും അവനെ ഈശ്വര ചിന്തയിലേക്ക് മടക്കി കൊണ്ടുവരുന്നു. മായാബന്ധമായ ഈ പ്രപഞ്ചത്തിൽ ഇത്തരം നാടകങ്ങൾ എല്ലാ കാലത്തും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഈ മായാ നാടകത്തിന്റെ തുടർച്ച ഉറപ്പുവരുത്താനാകണം. തന്റെ കോപാഗ്നിയിൽപ്പെട്ട് ഭസ്മമായി തീർന്നിരുന്ന മന്മഥന് ഭഗവാൻ തന്നെ പുനർജന്മം നൽകിയത്. വിവാഹകോശ ചടങ്ങുകൾ അവസാനിച്ചപ്പോൾ ശ്രീ പരമേശ്വരൻ പത്നി സമേതനായി ഋഷഭവാഹനത്തിൽ ആദ്യം പുറപ്പെട്ടത് സഹ്യാദ്രിയിലേക്കാണ്. അവിടെ തന്റെ കൽപ്പന പ്രകാരം ഭൂമിയുടെ സന്തുലിതാവസ്ഥ കണക്കാക്കുന്നതിന് നിയോഗിക്കപ്പെട്ടിരുന്ന അഗസ്ത്യ മഹർഷിക്ക് ദർശനം നൽകി അനുഗ്രഹിച്ച ശേഷം കൈലാസത്തിലേക്ക് തിരിച്ചു. ഭഗവാനെ അനുഗമിച്ച ദേവന്മാരെയും മഹർഷിമാരെയും യാത്രയച്ച ശേഷം ശ്രീ പാർവതി സമേതനായി ശ്രീകോവിലിനുള്ളിൽ പ്രവേശിച്ച് ദേവിയെ വാമഭാഗത്തെത്തി ജ്ഞാനപീഠത്തിൽ അമർന്ന് യോഗനിഷ്ഠയെ വരിച്ചു. അങ്ങനെ ദേവന്മാരെല്ലാവരും തന്നെ അവരുടെ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി പോവുകയാണ്. അതിനുശേഷം ശിവഭഗവാൻ പാർവതി ദേവിയുമായിട്ട് കൈലാസത്തിലേക്ക് വരികയാണ്. ശിവപാർവതി ശ്രീ പാർവതി സമേതനായി ശ്രീകോവിലിനുള്ളിലേക്ക് ഭഗവാൻ പ്രവേശിക്കുകയാണ്. അതിനുശേഷം ദേവിയെ വാമഭാഗത്തിൽ ഇരുത്തിയതിനു ശേഷം ജ്ഞാനപീഠത്തിൽ അമർന്ന് യോഗനിഷ്ഠയെ വരിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ ശിവശക്തി സംയോഗത്തിൽ അധിഷ്ഠിതമത്രേ. ശിവനും ശക്തിയും വെവ്വേറെ ശക്തികളാണെന്ന് ധരിക്കുന്നവർ മൂഢന്മാർ.
വാസ്തവത്തിൽ ശിവനും ശക്തിയും ഒന്നു തന്നെയാണ്. ശക്തി പ്രത്യക്ഷവും ശിവം അതിൽ അന്തർലീനവുമാണ്. രണ്ടും ചേർന്ന സ്വരൂപമാണ് ശരീരം. ശിവശക്തികളില്ലാതെ ശരീരവും ചലനവും സാധ്യമല്ല. മായാബന്ധമായ ലോകത്തിന് അതിന്റെ പരിമിതികളോടുകൂടി തന്നെ ജ്ഞാനം പകർന്നു നൽകുന്ന നാടകം മാത്രമേ ശിവപാർവതി പരിണയവും അനന്തര കഥകളും. അപ്പോ ഹരഹര മഹാദേവ ശംഭോ മഹാദേവ ഹരഹരോ ഹരഹര. അതായത് ശിവപാർവതി പരിണയം സംഭവിക്കുന്നതിലൂടെ, അതായത് ശിവശക്തി സംയോഗത്തിൽ ശിവശക്തി സംയോഗത്തോടെ മാത്രമേ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത്. അതായത് ശിവനും ശക്തിയും സംഗമിച്ചാൽ മാത്രമേ പ്രപഞ്ചത്തിന് പോലും നിലനിൽപ്പുള്ളൂ. എല്ലായിടത്തും മൊത്തത്തിലുള്ള ആ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് തന്നെ ശിവശക്തി സംയോഗത്തിലൂടെയാണ്. ആ ശിവനും ശക്തിയും ഒന്ന് തന്നെയാണ്, രണ്ടല്ല. അതിനെ വേർതിരിച്ച് കാണാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് നിങ്ങളോട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. രാധയില്ലാതെ കൃഷ്ണനില്ല, ലക്ഷ്മി ദേവി ഇല്ലാതെ നാരായണനും ഇല്ല, ശിവനില്ലാതെ പാർവതി ഇല്ല, പാർവതി ഇല്ലാതെ ശിവനും ഇല്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം അതുകൊണ്ടാണ്. അതുപോലെ ശ്രീകൃഷ്ണൻ ദ്വാരകാധീശനായിട്ട് വരുമ്പോൾ ആ പത്നി രുക്മിണി ഇല്ലാതെ ആ ഭഗവാൻ പൂർണ്ണമാകുന്നില്ല. രുക്മിണിയും ഭഗവാന്റെ മറ്റു പത്നിമാരും ആ ലക്ഷ്മി സ്വരൂപമാണ്, രുക്മിണിയുടെ സ്വരൂപം തന്നെയാണ്, ലക്ഷ്മിമാരുടെ സ്വരൂപമാണ്. അപ്പൊ ആ ലക്ഷ്മി ഇല്ലാതെ ശ്രീകൃഷ്ണനും പൂർണ്ണനാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്ന ആ ഉമാദേവിയും ശ്രീകൃഷ്ണനും ഒന്നിക്കുമ്പോഴാണ് ആ പ്രപഞ്ചം തന്നെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ശിവനില്ലാതെ ശക്തിയില്ല, ശക്തിയില്ലാതെ ശിവനുമില്ല. മനസ്സിലായി? അപ്പം ഇത് രണ്ടും വേറെ വേറെയല്ല, രണ്ടും ഒന്നാണ് എന്നുള്ള ഒരു തത്വവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ആർക്ക് പിരിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പിരിഞ്ഞു പോകുന്നതല്ല ആ ശിവശക്തി സംഗമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ രാധാകൃഷ്ണ സങ്കല്പം എന്ന് പറയുന്ന ആ സംഗമം എന്ന് പറയുന്നത്. ഇതൊന്നും നമ്മൾ പിരിക്കാൻ നോക്കിക്കഴിഞ്ഞാലും പിരിക്കാൻ കഴിയാത്തതാണ്. മനസ്സിലായോ? ഹരഹര മഹാദേവ ഹരഹരോ ഹരഹര. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ശിവപാർവതി പരിണയ കഥയാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത് വായിക്കാൻ കഴിഞ്ഞതിൽ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം അത് കേട്ടവർക്കായാലും പറഞ്ഞവർക്കായാലും കേട്ടവർക്കായാലും എല്ലാവർക്കും ആ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാവുകയാണ് ഈ ഒരു അവസരത്തിൽ. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദേവിയെയും ഭഗവാനെ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് നന്മ ഉണ്ടാവുന്നതാണ്. മനസ്സിലായി? പിന്നെ ഓരോരുത്തർ അവരുടെ, ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടമാണ്, ഓരോരുത്തർ അവരവരുടെ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ശിവശക്തി സംഗമത്തിലൂടെയാണ് ഈ പ്രപഞ്ചം തന്നെ മുന്നോട്ട് പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ് കേട്ടോ. അതെല്ലാവരും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള വെച്ചാൽ നമ്മൾ ഇപ്പം എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ ഹിന്ദുസത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കണം. നമുക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ എല്ലാവർക്കും ആ സംരക്ഷണം കൊടുക്കാൻ കഴിയണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റ് മതസ്ഥർക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി, എല്ലാവരും നന്മയിലേക്ക് വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ നമ്മൾ ഒരിക്കലും സ്വാർത്ഥരാവാൻ പാടില്ല. സ്വാർത്ഥ ഭക്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഒരുപാട് ഉയർന്ന തലങ്ങളിൽ ഉള്ളത്. അത് ആ എന്താ പറയാ, ആ ചെറിയ കാലഘട്ടത്തിൽ തൊട്ടേ എന്താ പറയാ, പണ്ട് അതായത് കുഞ്ഞുനാൾ മുതലേ അവർ ആ ഭക്തിയിൽ വരുന്നവരാണ്. മീരാദേവി എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞുനാൾ മുതലേ ആ കൃഷ്ണഭക്തിയിൽ വന്നിട്ടാ ആ ദേവിക്ക് ആ ഒരു തലത്രേ ഉയരാൻ കഴിയുന്നത്. അപ്പൊ നമുക്ക് അത്രയും കാരണം നമ്മൾ ഭൗതികതയിൽ തീർച്ചയായിട്ടും നമ്മൾ പെട്ട് കിടക്കുകയാണ് അല്ലെ. നമുക്ക് നമ്മുടെ ബന്ധുക്കളുണ്ട്, നമുക്ക് ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അവരും നമുക്ക് വേണം അല്ലെ, എല്ലാവരും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന കാര്യം. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടും, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടും, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും, മക്കൾക്ക് വേണ്ടിയിട്ട്, സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. നമുക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവരെയും നമുക്ക് രക്ഷിക്കണം, എല്ലാവർക്കും നന്മ ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ള തള്ളിക്കളയാ ചില എന്താ പറയാ, ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വിഷമിക്കുന്നവരുണ്ട്, ഒരുപാട് എന്താ പറയാ പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കളറിന്റെ ആ ഒരു ഇത് മാത്രമല്ല, നമ്മൾ കറുത്തിരുണ്ട രൂപങ്ങളോട് അത് മാത്രമല്ല, അങ്ങനെയുള്ള ഇത് മാത്രമല്ല, പല രീതിയിൽ പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരും ഉണ്ട്.
അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഭഗവാനോട്. മനസ്സിലായോ? എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അല്ലാതെ ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ ഒരു ഇത് സമുദായത്തിലുള്ളവർക്ക് മാത്രം വേണ്ടിയിട്ടല്ല, എല്ലാ സമുദായത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. മനസ്സിലായോ? അല്ലാതെ നമുക്ക് മാത്രം എല്ലാം ഉണ്ടാവണം, മറ്റുള്ളവരെല്ലാം ഒന്നും ഉണ്ടാവരുത്, അവര് ഇല്ലാണ്ടായി പോട്ടെ എന്നുള്ളൊരു മനസ്ഥിതി നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ സത്യത്തിൽ ഈ ഭൂതപ്രേതാദികളോട് വരെയും സംസാരിക്കാറുണ്ട്. ഭൂതപ്രേതാദികൾ മീൻസ് അങ്ങനെ ഉപദ്രവകാരികളായിട്ടുള്ളതല്ല, ഭഗവാന്റെ ഭൂതഗണങ്ങളായിട്ട് നിൽക്കുന്നവരോട് സംസാരിക്കാറുണ്ട്. ആ സമയത്ത് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ അവർ ഇതുപോലെ പറയുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. അതിൽ പല മതസ്ഥരിൽ ഉള്ളവരുണ്ട്. നമുക്ക് കിട്ടുന്ന നമുക്ക് വേണ്ടുന്നതൊന്നും നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഐശ്വര്യവും നമ്മുടെ സമ്പത്തും അല്ലെങ്കിൽ നമ്മുടെ നല്ല രൂപങ്ങൾ, നമുക്ക് നല്ല സൗന്ദര്യങ്ങൾ, ഇതെല്ലാം മറ്റ് ചിലർ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നു നമ്മളിൽ നിന്ന്. അങ്ങനെ പല വിഷമങ്ങൾ അവർ പറഞ്ഞ് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതായത് ചിലർക്ക് എന്താ പറയാ, സൗന്ദര്യം ഉണ്ടാവത്തില്ല, ചിലർ ഭൂമിയിൽ ജനിക്കുമ്പോൾ അവർക്ക് ഒട്ടും സൗന്ദര്യം ഇല്ല, എന്നാൽ അവരങ്ങനെ വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടുള്ളവരായിരിക്കില്ല, അപ്പൊ അവരുടെ ഐശ്വര്യം ഉണ്ടാവുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പരാതികൾ അവർ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പരാതികൾ അവർ പറയുന്നത് വെച്ചാൽ അവർ അത്രയും വിഷമം കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണ്യത്തിൽ വരുന്ന അല്ലെങ്കിൽ ഒരുപാട് വെജിറ്റേറിയൻ ഫുഡ്സ് മാത്രം കഴിക്കുന്നവർക്കൊക്കെ വളരെയധികം സൗന്ദര്യവും അവർക്ക് തന്നെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും കൊടുക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള മാംസാദികൾ ഭക്ഷിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ആ ഐശ്വര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു ഇത് അവർ പറഞ്ഞു. അപ്പം ഇന്ന് ഇതിൽ നമ്മൾ ഇന്ന ഇതിൽ വന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടാതെ. അതുകൊണ്ട് ഭൂമിയിൽ ജനിക്കാൻ ഭയമാണ്, ജനിച്ചാൽ നമുക്ക് എങ്ങനെയുള്ള ഇതാണ് നമുക്ക് കിട്ടുക എന്നറിയത്തില്ല. അങ്ങനെ വളരെയധികം വിഷമിക്കുന്നവരുണ്ട്. മനസ്സിലായോ? ഒരുപാട് അവര് ഏങ്ങുന്നവരുണ്ട്. എന്നാൽ അവരുടെ ഇതിലനുസരിച്ച് അവർ പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. എന്നാൽ കൂടി അവർ പറയുന്നത് വെച്ചാൽ അവർക്ക് ഐശ്വര്യങ്ങൾ ഇല്ല, അവരുടെ ഇതെല്ലാം ആരൊക്കെയോ കൊണ്ടുപോകുന്ന പോലെയാണ്, നമുക്ക് ഒന്നും കിട്ടുന്നില്ല എന്നുള്ള വിഷമ സങ്കടങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അതിൽ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അവര് നമുക്ക് ഒരിക്കലും ഉപേക്ഷിച്ച് കളയാൻ കഴിയില്ല. അവര് പറയുന്നതിൽ കുറെയൊക്കെ ന്യായങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലേ? അപ്പൊ അങ്ങനെ അവര് പറയുന്നതിൽ കുറെ ന്യായങ്ങളില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിലർ പറയുന്നതിൽ ന്യായങ്ങൾ ഇല്ലായിരിക്കാം, ചിലർ പറയുന്നതിൽ ന്യായങ്ങൾ ഉണ്ടായിരിക്കാം. നമുക്കിതൊന്നും അറിയാം, ഇതെല്ലാം ഭഗവാനും ഭഗവതിക്കും മാത്രമേ അറിയുള്ളൂ. അപ്പൊ നമുക്ക് ഭഗവതിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും വേണ്ടി, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അങ്ങനെയുള്ള ആത്മാക്കൾക്കും കൂടി, അങ്ങനെയുള്ളവർക്കും കൂടി വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കും അവരുടെ ഇതനുസരിച്ചിട്ട് അവരുടെ എന്താണ് അവർക്ക് ഇങ്ങനെ ഒരു ഇത് വിധിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, അതിന്റെ സത്യം എന്താണെന്നുള്ളത് ആ ഭഗവാനും ഭഗവതിക്കും ഒക്കെ അല്ലേ അറിയാവുള്ളൂ. അപ്പം അത് എന്താണ്, അവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, അവരുടെ എന്തെങ്കിലും ഐശ്വര്യങ്ങളോ അവരുടെ എന്തെങ്കിലും കാര്യങ്ങളോ ആരെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ടോ, അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എങ്കിൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കതിന് ന്യായമായിട്ടുള്ള കാര്യമാണ് അവർക്കെന്തെങ്കിൽ അതിനുള്ള ന്യായവിധി അവർക്ക് കൊടുക്കുക, അവർക്ക് നന്മ കൊടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് ദേവിയോടും ഭഗവാനോടും പ്രാർത്ഥിക്കാം. അപ്പൊ അങ്ങനെ ഒരുപാട് എന്താ പറയാ, പല തരത്തില് വിമിഷ്ടങ്ങൾ അനുഭവിക്കുന്ന, പലതരത്തില് വേദനകൾ അനുഭവിക്കുന്ന, എന്താ പറയാ, പലതരത്തില് എന്ത് ചെയ്യണോന്നറിയാത്ത ആ ഒരു അവസ്ഥകളിൽ നിൽക്കുന്നവരുണ്ട്. നമുക്കിതിൻ്റെ ഒന്നും കറക്റ്റായിട്ട് അറിയാൻ കഴിയത്തില്ല. ഇതിൽ എന്താണ് സംഭവിച്ചത്, ഇത് ആരാണ് ഇതിന്റെ കാരണക്കാർ, അല്ലെങ്കിൽ എന്താണ് ഇതിന് ഇങ്ങനെയൊക്കെ അവർക്ക് സംഭവിച്ചിട്ടുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. മനസ്സിലായോ? അത് അറിയാവുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഭഗവാനും ഭഗവതിയും മാത്രമാണ്. ഭഗവതിക്കും ഭഗവാനും മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അപ്പൊ അവര് തന്നെ അത് ചിന്തിച്ചിട്ട് അതിന്റെ എന്തെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ, അല്ലെ? നമുക്കതിലൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ നമുക്കുള്ള ഐശ്വര്യങ്ങളായാലും നമുക്കുള്ള നന്മകളായാലും അത് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനോട് നമ്മൾ അത്രയും മനസ്സുരുക്കി ഭഗവാനോടായാലും ഭഗവതിയോടായാലും പ്രാർത്ഥിക്കുക. നമുക്ക് എത്രത്തോളം നന്മ ഉണ്ടാവുന്നോ അത്രത്തോളം നമ്മൾ താഴാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഉയരാൻ അല്ലെങ്കിൽ അഹങ്കരിക്കാൻ, നമ്മളാണ് വലുത്, നാം വലുതാണെന്നുള്ള രീതിയിൽ അഹങ്കരിക്കാതെ ആ ഭഗവാനിൽ അത് സമർപ്പിച്ച് ജീവിക്കുക എന്നുള്ളതാണ്.
അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരോടും നമുക്ക് പ്രാർത്ഥിക്കാം, ആരോട് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. നമുക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാദേവനോടായാലും പ്രാർത്ഥിക്കാം, ദേവിയോടായാലും, ഏത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോടായാലും പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഇനി പുറമേ ഉള്ള ദൈവങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കാൻ ഇഷ്ടം, ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിക്കാം. അതിലൊന്നും ഒരു തെറ്റുമില്ല. മനസ്സിലായി? നമുക്ക് പ്രാർത്ഥിക്കുന്ന ഇതെല്ലാം ഈ പറയുന്നതെല്ലാം എന്ന് പറയുന്നത് ഒന്നിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ആ ഒന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ മനുഷ്യരാണ് ഇതൊക്കെ വേർതിരിച്ച് കണ്ടിട്ട് അവരെല്ലാം ആ ലോകത്തിൽ അവരെല്ലാവരും തന്നെ ഒരുമിച്ച് നിന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതാണ് ദൈവങ്ങളും ഭഗവാനും എല്ലാം തന്നെ. പക്ഷെ നമ്മുടെ ഈ ലോകത്തിലേക്ക് വരുമ്പോഴാണ്, ഇവിടെയാണ് മനുഷ്യർ തമ്മിലാണ് ഈ പറയുന്ന പോലെയുള്ള വേർതിരിവുകളും അതുപോലെയുള്ള എന്താ പറയാ തരംതിരിപ്പുകളും അങ്ങനെയൊക്കെ കാണിച്ച് മാറ്റി നിർത്തുന്നതാണ്. അവരവർക്ക് വിധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവരവരുടേതായിട്ടുള്ള ഐശ്വര്യങ്ങൾ, അവരവർക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരവർക്ക് മാത്രം സ്വന്തമാണോ എന്നുള്ളതാണ്. അവരവരുടെ അവകാശം അവരവർക്ക് സ്വന്തം, അവരവരുടെ അവകാശം അവരവർ അതിൽ സ്വന്തമാക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് നമുക്ക് ദേവിയോട് പ്രാർത്ഥിക്കാം, നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഇതിന്റെ സത്യാവസ്ഥകൾ എന്താണെന്ന് അത് കണ്ടുപിടിച്ചിട്ട് അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ സത്യാവസ്ഥ, എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള ഒരു ന്യായവിധി അല്ലെങ്കിൽ ഒരു നീതി കൊടുക്കട്ടെ, ആ ആത്മാക്കൾക്ക് അവർക്ക് ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്, എന്താണ് ഇതിന്റെ ശരി, എന്താണ് ഇതിന്റെ തെറ്റ്, എന്താണ് ഇതിൽ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ കഴിയില്ല. അപ്പൊ ഇനിയും മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങളും മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് നമ്മുടെ ഈ ഒരു ആജ്ഞാചക്രമാണ് ഇവിടെ നമ്മൾ സ്പർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലേക്ക് നമ്മുടെ ഇതിനെ നമ്മൾ ആക്കിക്കൊണ്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാന്നുള്ളത്. നമുക്ക് ചിലപ്പോൾ നേരിട്ട് നമുക്ക് കാണാൻ കഴിയും, നേരിട്ട് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാന്നുള്ള ഭഗവാനാണ് ഏറ്റവും, ആ സുപ്രീം കോഡ് എന്ന് പറയുന്നത് ഭഗവാനാണ്. അതിൽ താഴെ വരുന്നതാണ് നമ്മുടെ ഓരോ ദേവീദേവന്മാരും ഭഗവാനും എല്ലാം അതിന് താഴെ വരുന്നതാണ്. അപ്പൊ ഇതെല്ലാം അറിയാവുന്ന ഒരേ ഒരു ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാൻ ശിവനും പരമശിവനും അതുപോലെ ശ്രീകൃഷ്ണനും ആണ്, ദേവിയും ആണ്. അപ്പം ഈ ദൈവങ്ങളോട് നമ്മൾ പ്രാർത്ഥിക്കാന്നുള്ളതാണ്. നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടും നമുക്ക് എന്തുണ്ടായിട്ടുണ്ടെങ്കിലും അതിനെല്ലാം നന്ദി പറയുക. അതോടൊപ്പം നമുക്ക് വേണ്ടി സ്വാർത്ഥമാകാതിരിക്കുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും കൂടി വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടായാലും, ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, ഭാര്യയാണെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ടായാലും, അമ്മയ്ക്ക് അച്ഛന് വേണ്ടിയിട്ടായാലും, സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. കാരണം ഇവരില്ലെങ്കിൽ നമ്മളില്ല. മനസ്സിലായി? ഇവരാണ് നമ്മളെ വളർത്തി വലുതാക്കിയും നമുക്കെല്ലാം തന്ന് നമ്മളെ സേവിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഈ ഒരു ഇതിൽ നമ്മളെ ഇത്രയും നല്ല ഒരു ഇതായിട്ട് വളർത്തിക്കൊണ്ടുവന്നത് ആ മാതാപിതാക്കളാണ്. അപ്പൊ അവര് നമ്മൾ എങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആയാലും അല്ലെങ്കിൽ എന്തിതാണെങ്കിലും നമ്മൾ അവരെ ഉപേക്ഷിക്കാതിരിക്കുക. ചിലപ്പോൾ ഒരു ദേഷിക്കുന്ന ക്യാരക്ടർ ആയിരിക്കാം, അങ്ങനെ പല രീതിയിലുള്ള സ്വഭാവങ്ങളുള്ളവരുണ്ടായിരിക്കും. എന്നാൽ പോലും നമ്മൾ അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. നമുക്ക് അവർക്കും കൂടി വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനോട് ഭഗവതിയോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ ആരെയും തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് മാത്രം സ്വാർത്ഥരാകാതിരിക്കുക. സ്വാർത്ഥ ഭക്തി എന്ന് പറയുന്നത് അതൊരു ഭക്തിയാണ്, അത് സ്വാർത്ഥ ഭക്തിയല്ല. അത് മീരാദേവിയുടെയൊക്കെ പോലുള്ള ഭക്തി അത് ആദ്യമേ തൊട്ടേ കൊച്ചുനാളിലെ അങ്ങനെ പ്രാക്ടീസ് ചെയ്തവർക്ക് ആ ഒരു രീതിയിൽ പറ്റും, ആ ഒരു ഭക്തിയിൽ വരും. അവസാനം മീരാദേവിയുടെ ഭർത്താവിനെയും മകനെയും പോലും ഉപേക്ഷിച്ച് മീരാദേവി ഭഗവാന്റെ അടുത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെയെന്ന് അത്രയും ടോപ്പ് മോസ്റ്റ് ഭക്തിയാണ്. അതൊക്കെ കിട്ടണമെങ്കിൽ അത്രയും നമ്മൾ എന്താ പറയാ, അത്രയും പ്യുവർ ആയിരിക്കണം. അത്രയ്ക്കും പ്യുവർ ആണെങ്കിൽ നമുക്ക് അത് കിട്ടുള്ളൂ. നമ്മളൊന്നും അത്രയും ഇതായിട്ടില്ല. നമുക്ക് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഉപേക്ഷിച്ച് അങ്ങനെ നമുക്ക് കഴിയില്ല. അപ്പൊ അവർക്കും കൂടി വേണ്ടി നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തുകയാണെങ്കിലും അവർക്കും കൂടി വേണ്ടിയിട്ട് എത്താനുള്ള ആ ഒരു ഭാഗ്യം അവർക്കും ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ വയസ്സായി മരിക്കുന്ന സമയത്ത് എല്ലാവർക്കും. മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി മാത്രം, മുക്തിക്ക് വേണ്ടിയിട്ടോ നമ്മുടെ ഇത് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ അധർമ്മങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ അധർമ്മങ്ങളെല്ലാം ഇല്ലാതായി അവിടെ ധർമ്മം ഉണ്ടാവാൻ വേണ്ടിയിട്ടും, നല്ലവർക്ക് നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടും, നന്മയിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ അവർ നന്മയിലേക്ക് വരാൻ വേണ്ടിയിട്ടും കൂടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ?
അതുകൊണ്ട് ഒരിക്കലും ആരും സ്വാർത്ഥരാകാതിരിക്കുക. ഭഗവാനോട് ഈ ഒരു അവസരത്തിൽ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാനോടും ഭഗവതിയോടും ആയാലും അതിനും കൂടെ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഈ ഒരു അവസരത്തിൽ. അപ്പം അത് എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആ ഭഗവാന്റെ ആ ഒരു ഇത് ഉണ്ടാവുന്നത്. ഭഗവാനിൽ നമുക്ക് എത്താൻ സാധിക്കുന്നത്, നമുക്ക് ഭഗവാന്റെ ആ ഒരു ഇത് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്, തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര, ഹരേ കൃഷ്ണ, ഹരഹരോ ഹരഹര. ഇനി ആരൊക്കെ വന്നിട്ടില്ലെന്ന് നോക്കാം കേട്ടോ. പ്രസാദ്, രവി, ശ്രീനാഥ്, ശ്രീകണ്ഠൻ നായർ, സനൽ, മിസ്റ്റർ ബ്ലാക്ക്, ഇത്രയും പേരുമാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഹരഹരോ ഹരഹര. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അത് ഷഡാനന അവതാരം എന്ന് പറയുന്നുള്ളൊരു ഭാഗമാണ്. ആ ഭാഗം ഞാൻ അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഹരഹരോ ഹരഹര.